ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആധ്യാത്മരാമായണത്തിന് ഇത്രയും പ്രസിദ്ധി ആർജിച്ചത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനാണ് അധ്യാത്മരാമായണം ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹം വിചാരിച്ചതുപോലെ ആ ഗ്രന്ഥത്തിന് അത്ര അങ്ങോട്ട് അംഗീകാരം ലഭിച്ചില്ല. കാരണം ഋഷിപ്രോക്തങ്ങളായ ഗായത്രി രാമായണം, കമ്പരാമായണം, ആനന്ദരാമായണം, അത്ഭുതരാമായണം, വാൽമീകി രാമായണം ഇതൊക്കെ ഉള്ളപ്പോൾ ഈ ആധ്യാത്മരാമായണത്തിന് എന്ത് പ്രസക്തി കിട്ടാനാ എന്നും പറഞ്ഞ് ചിലരൊക്കെ ഇദ്ദേഹത്തെ കളിയാക്കി. ഈ പരിഹാസ നിമിത്തം അദ്ദേഹം ഒടുവിൽ സ്വദേശം വിട്ടുപോവുകയും ചെയ്തു. അങ്ങനെ അലഞ്ഞ് നടന്ന് ഈ ബ്രാഹ്മണൻ ജനവാസം ഇല്ലാത്തൊരു കൊടുങ്കാട്ടിൽ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. രാത്രി അവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചു. ആ വനത്തിൽ ഒരു കുളവും ആൽത്തറയും അദ്ദേഹം കണ്ടു. കുളത്തിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിച്ച് ആ ആൽത്തറയിൽ തൻ്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വെച്ച് കിടന്നു. വിശപ്പ്, ദാഹം, ക്ഷീണവും എല്ലാം കൂടി കിടന്ന് ഉടൻ തന്നെ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യപുരുഷൻ വന്നു. അവിടെ കിടക്കുന്ന ബ്രാഹ്മണനെ കണ്ട് ആ ദിവ്യപുരുഷൻ നിങ്ങൾ ആരാണെന്നും അടുത്തിരിക്കുന്ന ഗ്രന്ഥം എന്താണെന്നും ചോദിച്ചു. ബ്രാഹ്മണൻ വേഗം തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് താൻ ഇവിടെ എത്താനുള്ള കാരണമെല്ലാം അദ്ദേഹത്തോട് വിശദീകരിച്ചു. തൻ്റെ മനസ്സിൻ്റെ വിഷമവും ഗ്രന്ഥത്തിനെ പരിഹസിച്ചതും പറഞ്ഞപ്പോൾ ആ ദിവ്യപുരുഷൻ താൻ ഒരു കൗശലം പറഞ്ഞു തരാം, അതുപോലെ ചെയ്താൽ ഈ ഗ്രന്ഥത്തിന് എല്ലാവരും ആദരിക്കും, പ്രചാരവും ലഭിക്കും എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കൗശലം പറയാം. ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം. നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ ചെന്ന് നിൽക്കണം. ധാരാളം ജനങ്ങൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പിന്നാലെ 4 ശ്വാക്കളും ഉണ്ടായിരിക്കും. ഈ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് വിവരമെല്ലാം പറയണം. അദ്ദേഹം ഇതിനെ നിവർത്തി ഉണ്ടാക്കിത്തരും. ഇത് ആരാ പറഞ്ഞു തന്ന എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയും അരുത്. ഇതും പറഞ്ഞ് ആ ദിവ്യപുരുഷൻ അന്തർധാനം ചെയ്തു. ബ്രാഹ്മണന് സന്തോഷമായി. അങ്ങനെ ശിവരാത്രി ആയപ്പോഴേക്കും ഇദ്ദേഹം ഗോകർണത്ത് കിഴക്കേ നടയിൽ ചെന്ന് നിന്നു. ആ ദിവ്യപുരുഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം വേഗം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇതെൻ്റെ കയ്യിൽ തരാൻ അങ്ങയോട് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോൾ ആ ബ്രാഹ്മണൻ ആട്ടെ, പറയണമെന്നില്ല, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങയ്ക്ക് ഈ ഉപദേശം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ്. അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിന് ഞാൻ അവനെ ശപിക്കുകയാണ്. അവൻ ഒരു ശുദ്ധനായി ഭൂമിയിൽ ജനിക്കാൻ സംഗതി വരട്ടെ എന്ന് ശപിച്ചതിന് ശേഷം കമണ്ടൂലിൽ നിന്ന് ജലമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ച് ഗ്രന്ഥകർത്താവായ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇനി ഈ ഗ്രന്ഥം നിമിത്തം അങ്ങയ്ക്ക് വളരെ ബഹുമാനം ഉണ്ടാവാൻ സംഗതിയാവും എന്നും പറഞ്ഞു. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് അധ്യാത്മരാമായണത്തിന് ഈ ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാൾ പ്രശസ്തി ലഭിച്ചത്. ഗ്രന്ഥകർത്താവായ ഈ ബ്രാഹ്മണന് ഉപായം പറഞ്ഞ ഗന്ധർവനാണ് പിന്നീട് ശൂദ്രനായി ജനിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ. ഗോകർണത്ത് ശിവരാത്രി നാൾ 4 ശ്വാക്കളുമായി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു. ആ 4 ശ്വാക്കൾ 4 വേദങ്ങളുമായിരുന്നു. അധ്യാത്മരാമായണം മൂലം നിർമ്മിച്ചത് സാക്ഷാൽ വരരുചിയാണ് എന്നാണ് പറയുന്നത്. ഹരി ഓം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.